ശ്രീ പണിക്കർ, ഈ ജനവികാരമെതിരെന്ന് സമ്മതിക്കുന്ന പാർട്ടി സംഘടനാ റിപ്പോർട്ട് ഉണ്ടെന്നാണ് വിവരം. ഉണ്ടാകും. നമ്മളത് വിവരമെന്ന് പറഞ്ഞില്ലെങ്കിൽ എവിടെയാ റിപ്പോർട്ടെന്ന ചോദ്യം സ്വാഭാവികമായി അവർ ചോദിക്കും. പക്ഷേ ഇതെല്ലാം സത്യമാണെന്നും സംഭവിച്ചതാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം താനും. ഈ യെച്ചൂരി പറഞ്ഞിട്ടുണ്ട് അത്രേ, അതായത് പാലക്കാട്, മലപ്പുറം, വയനാട്, കോഴിക്കോട് താഴെ തട്ടുകളിൽ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തപ്പോൾ തോൽവിയുടെ കാരണം കണ്ടെത്തിയെന്നും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മാറ്റം വരുത്തേണ്ട സാഹചര്യമുണ്ടെന്നും അത് ചർച്ച ചെയ്യുമെന്നും BJPയുടെ വോട്ട് കൂടിയത് ഗൗരവമായി കാണുന്നുവെന്ന് യെച്ചൂരി പറഞ്ഞുവെന്നാണ് കേൾക്കുന്നത്. എവിടെയെങ്കിലും തോന്നുന്നുണ്ടോ പാർട്ടി പിണറായിക്കുമേൽ പിടിമുറുക്കി തുടങ്ങിയെന്ന്? അല്ലാതെ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദേശീയ നേതൃത്വത്തിന് സംസ്ഥാനത്തിനെ തിരുത്തണം എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണാധികാരി തുടർച്ചയായിട്ട് 2 തവണ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് വന്നയാളാണ്. അത് CPM-ന് ഈ സമീപ ഭൂതകാലത്തിൽ ഒരിടത്തും ആ രീതിയിലുള്ള ഒരു വിജയം അവകാശപ്പെടാനായിട്ടില്ല. മറ്റ് ബംഗാളിലാണെങ്കിലും ത്രിപുരയിലാണെങ്കിലും ഒക്കെ തന്നെ അവർ സംസ്ഥാന ഭരണത്തിൽ ഇല്ലാതെയായി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വീണ്ടും അവിടേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യമില്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പാർട്ടിയിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഉണ്ടെങ്കിൽ അത് ഇദ്ദേഹമാണ് എന്നുള്ളതിനെ പറ്റി അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ തീർച്ചയായിട്ടും ഒരു ക്ലെയിം ഉണ്ട്. അദ്ദേഹത്തിന്റെ ശൈലി, അദ്ദേഹം മുന്നിൽ നിന്ന് ക്യാപ്റ്റൻ എന്ന പേര് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ രീതിയിൽ അദ്ദേഹം നയിച്ചിട്ടാണ് അധികാരത്തിലേക്ക് വന്നത് എന്നുള്ള ഒരു ക്ലെയിം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ശൈലി കൊണ്ടാണ് സംസ്ഥാനത്ത് ഭരണത്തിൽ വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് പറയാമെങ്കിൽ, മറ്റുള്ള എല്ലാ കാരണങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അങ്ങനെ പറയാമെങ്കിൽ CPM ഇനി എന്തിനാണ് ശ്രമിക്കുക? 2026 അസംബ്ലി ഇലക്ഷന് വേണ്ടിയിട്ടാണ്. ആ സമയത്തിന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ശൈലി മാറ്റം പറഞ്ഞുകൊണ്ടോ ഇത് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. 2, അദ്ദേഹത്തിന് ശൈലി മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോഴും ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിലത്തേക്കോ ജനങ്ങളുടെ ദാസൻ എന്ന രീതിയിലത്തേക്കോ മാറിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം ഇപ്പോഴും പ്രവർത്തിക്കുന്നത് പണ്ടായിരിക്കുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയ്ക്കാണ്. അതിൽ നിന്നൊരു ശൈലി മാറ്റം അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന്, ഇത്രയും പ്രായമൊക്കെ ആയ ആളാണ്, അദ്ദേഹത്തിനെ തിരുത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ നയമാണ് മാറ്റേണ്ടതെങ്കിൽ, സർക്കാരിന്റെ പരിപാടികളാണ് മാറ്റം വരുത്തേണ്ടതെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പണമാണ്. പണത്തിന്റെ ലഭ്യത അല്ലെങ്കിൽ പണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ, ധനാഗമ മാർഗങ്ങളൊക്കെ തന്നെ സർക്കാരിന് അടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാക്കുന്നത് എളുപ്പമല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടായതും CPM ഒരു പരിധിവരെ അക്സെപ്റ്റ് ചെയ്തതുമായിട്ടുള്ള ഒരു വിഷയം എന്തായിരുന്നു? ക്ഷേമ പെൻഷനാണ്. ആ ക്ഷേമ പെൻഷനിൽ ഉണ്ടായിരിക്കുന്ന ഡിസ്ബേഴ്സ്മെന്റിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് അക്നോളജ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരുത്താൻ എന്ത് ചെയ്യും? തിരുത്താൻ പണം വേണം. പണമുണ്ടോ? ഇല്ല. അപ്പോൾ ആ പദ്ധതി എങ്ങനെയാണ്, ആ ഒരു പ്രശ്നം അവരെങ്ങനെയാണ് പരിഹരിക്കാൻ പോവുക? അതിന് പ്രത്യേകിച്ച് പരിഹാര മാർഗങ്ങളില്ല. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും പണവുമായി റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ നയപരമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാക്കിക്കൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ട ജനങ്ങളുടെ അടുത്തേക്ക് പോയി ആ വിശ്വാസം തിരികെ ആർജിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.